മക്കളെ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ്? Let S be the set of the first 11 natural numbers, then the number of elements in A such that B is subset of S and n of B is greater than or is equal to and the product of all elements in the B is even. Okay, അതായത് നമുക്ക് ആദ്യം S എന്താണെന്ന് അറിയണം. എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫസ്റ്റ് 11 നാച്ചുറൽ നമ്പർ, അതായത് 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, നമുക്ക് എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഡിഫൈൻ ചെയ്യണം അല്ലേ. എ എന്ന് പറഞ്ഞ സാധനം എന്താണ്? വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സബ്സെറ്റ് ഓഫ് എസ്. മനസ്സിലായല്ലേ? ഓക്കെ അല്ലേ, സബ്സെറ്റ് ഓഫ് എസ് ആണ് അല്ലേ. അതായത് എ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പിന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ് സച്ച് ദാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെയാണ്. അതായത് സബ്സെറ്റ് ഓഫ് എസ് ആയിരിക്കും. ആൻഡ് എൻ ഓഫ് ബി എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ ദ ബി ഈസ് ഈവൻ. റെഡിയല്ലേ? ബിയിലുള്ള എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണ് മക്കളെ? അത് ഈവൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക നോക്കാം. നമുക്ക് ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ടോട്ടൽ എന്താണ് സബ്സെറ്റ് എടുക്കുവാണ്. ഓക്കെ അല്ലേ? എന്തിനാണ് ഞാൻ ടോട്ടൽ സബ്സെറ്റ് എടുക്കുന്നത്? ടോട്ടൽ സബ്സെറ്റ് 2⁻11 വരും. എന്തിനാണ് ഞാൻ ടോട്ടൽ സബ്സെറ്റ് എടുക്കുന്നത്? ബിക്കോസ് ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ ബി ഈസ് ഈവൻ അല്ലേ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് എസിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണമാണ് നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എസ് അല്ലേ, സച്ച് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദി എലമെന്റ്സ് ഈസ് ഈവൻ. ഓക്കെ അല്ലേ? ആ പ്രോഡക്റ്റ് ഓഫ് ദി എലമെന്റ് ഈവൻ ആകുന്ന രീതിയിലുള്ള നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എസ് ആണ് നമ്മൾ ആക്ച്വലി എന്താക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ആ പ്രോഡക്റ്റ് ഓഫ് എലമെന്റ്സ് ഈവൻ ആവുക എന്ന് വേണമെങ്കിൽ കുറച്ച് എന്താണ് റിസ്ക് ആണ്. നമ്മൾ ഡിഫറൻറ്റ് കേസ് എടുക്കേണ്ടത്. അതായത് പിന്നെ എന്താ പറയുക, 2 നമ്പറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 നമ്പർ എപ്പോഴാണ് ഈവൻ ആവുക? ഒന്നുകിൽ 2ഉം ഈവൻ ആകുമ്പോൾ അല്ലെങ്കിൽ 1 ഈവൻ ആയി കഴിഞ്ഞാൽ അല്ലേ. ഓക്കെ, അത് കുറച്ച് റിസ്ക് ആണ്. പക്ഷേ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 എത്ര നമ്പേഴ്സിൻ്റെ ആണെങ്കിലും പ്രൊഡക്റ്റ് ഓട് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് എളുപ്പമാണ്. അതായത് എല്ലാ നമ്പേഴ്സും ഓടാകുമ്പോൾ മാത്രമേ എന്താ ഉള്ളൂ, അതിൻ്റെ 10 നമ്പർ 100 നമ്പർ 200 നമ്പർ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാവരും എന്താണ് ഓടാണെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രൊഡക്റ്റ് ഓടാവുള്ളൂ. ഏതെങ്കിലും ഒരാൾ ഈവൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്താവും? ഈവനാവും. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ സബ്സെറ്റ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സബ്സെറ്റ് കണ്ടുപിടിച്ചിട്ട് ആ പ്രൊഡക്റ്റ് ഈവൻ ആവുന്ന കേസ് ഒഴിവാക്കാണ് ഞാൻ പ്രൊഡക്റ്റ് ഓടാകുന്ന കേസ് ഞാൻ എന്താക്കാണ്? ഒഴിവാക്കാണ്. എടാ മനസ്സിലായില്ലേ? ഓക്കെ, അതായത് പ്രൊഡക്റ്റ് ഇപ്പോൾ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ട എസിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണമാണ്. അപ്പോൾ എസിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ എലമെൻറ്റ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടണം. പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? പുതിയ ഒരു വഴി നമ്മൾ തേടി പോകുന്നത്. എന്താണ് പുതിയ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് പഠിക്കും. എന്നിട്ട് പ്രൊഡക്റ്റ് ഓടാകുന്ന കേസുകൾ നമ്മൾ എടുത്തിട്ട് ഈ പറഞ്ഞ ടോട്ടൽ സബ്സെറ്റ് എന്താക്കും? സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ അല്ല. ആ പ്രൊഡക്റ്റ് ഓടാകുന്ന കേസുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഇതിൽ ഓഡ് നമ്പേഴ്സിനെ മാത്രം വെച്ചിട്ട് യെസ് ഓക്കെ, അതായത് ടോട്ടൽ സബ്സെറ്റ് ഓക്കെ വെൻ ഓക്കെ എന്താണ് പ്രോഡക്റ്റ് ഓഫ് എലമെന്റ്സ് ഈസ് വാട്ട് ഓഡ് അല്ലെ. പ്രോഡക്റ്റ് ഓഫ് എലമെന്റ്സ് ഓഡ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് 2 എന്താണ് 6. എനിക്ക് എങ്ങനെയാണ് 2 കിട്ടിയത്? അതായത് ഇവിടുത്തെ ഓഡ് നമ്പേഴ്സ് മാത്രം എടുത്തു. 1 1 3 5 7 9 11 അല്ലെ. ഇവിടുത്തെ ഓഡ് നമ്പേഴ്സ് മാത്രം എടുത്തു. ഈ ഓഡ് നമ്പേഴ്സിനെ മാത്രം എടുത്ത് നമുക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി? അതാണ് സംഭവം. റെഡിയല്ലേ? അത്രയും ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ 2⁻11 മൈനസ് എന്തായി മക്കളെ? യെസ് 2⁻6 കൊടുത്തു. അത് മാത്രം മതിയാവും, പോരാ. ഇവിടെ നമ്മൾ ഒരാളെയും കൂടി നമ്മൾ എന്താക്കാനുണ്ട്? ഒഴിവാക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ കേസ് കംപ്ലീറ്റ് ആയി അല്ലേ. അതായത് പ്രോഡക്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ബി ഈസ് ഈവൻ എന്നുള്ള ഈ കേസ് കംപ്ലീറ്റ് ആയി. റെഡിയല്ലേ? പക്ഷേ ആ കേസിൽ നിന്നും ഒരു കാര്യം കൂടി നമ്മൾ എന്താക്കണം? കൺസിഡർ ചെയ്യണത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്താണ്? 2. റെഡിയല്ലേ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ അതും കൂടി കേസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താക്കണം? ഒരു -5 കൊടുക്കണം. ഓക്കെ അല്ലേ? എന്താണ് -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അതായത് ഒരു എലമെന്റ് മാത്രം ഉള്ള എന്താണ്? സബ്സെറ്റാണ്. റെഡിയല്ലേ? ഒരു എലമെന്റ് മാത്രം ഉള്ള സബ്സെറ്റുകളുടെ എണ്ണമാണ് ഈ പറഞ്ഞ -5 എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അതായത് ഒരു എലമെന്റ് മാത്രമുള്ള ഓക്കെ, അതായത് ഈവൻ നമ്പേഴ്സിന്റെ സബ്സെറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിസൺ,
അതായത് ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ പറഞ്ഞ് 2^11 അല്ലെ മൈനസ്. ഓക്കെ, 2^11 മൈനസ് 2^6 ആണ് എന്ത്? യെസ്, ഇതാണ് മക്കളെ എന്ത്? യെസ്, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് വെൻ പ്രോഡക്റ്റ് ഈസ് വാട്ട് ഓഡ്. റെഡി അല്ലേ? ഇതാണ് ആക്ച്വലി എന്താ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് 11 പ്രോഡക്റ്റ് ഈസ് ഈവൻ അല്ലെ, പ്രോഡക്റ്റ് ഈസ് ഈവൻ. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ടോട്ടൽ സബ്സെറ്റിൽ നിന്നും പ്രോഡക്റ്റ് ഓടാകുന്ന സബ്സെറ്റുകളെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ പ്രോഡക്റ്റ് ഈവൻ ആണെന്ന് കിട്ടി. അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ടോട്ടൽ സബ്സെറ്റിൽ നിന്നും പ്രോഡക്റ്റ് ഓടാകുന്ന സബ്സെറ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഈവൻ ആകുന്ന സബ്സെറ്റ് കിട്ടി. അത്രയും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് ഒരു കാര്യം കൂടി എന്താകണം ഇവിടെ എന്താകണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മൾ ഇത്രയും എടുത്ത കേസ് ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും എടുത്ത കേസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? കാരണം ഏത് എന്താണ് പിന്നെ ഈവൻ പ്രോഡക്റ്റ് വരുന്ന സാധനങ്ങളും നമ്മളിവിടെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ അവിടെ നിന്ന് എന്താണ് ഒരു 5 സബ്സ്ട്രാക്ട് ചെയ്യും. ആ 5 എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്. അതായത് 2, 4, 6, 8, 10. മനസ്സിലായില്ലേ? അതായത് ഈ പറഞ്ഞ സബ്സെറ്റുകൾ അല്ല, ഒരുപാട് സബ്സെറ്റുകൾ ഉണ്ടാവും ഇതിൽ അല്ല. ഇതിൽ ഇവരും പെടും അല്ലെ. ആരാണ്? സെറ്റ് 2 അല്ലെ, സെറ്റ് 4, അതേപോലെ സെറ്റ് 6, അതേപോലെ തന്നെ സെറ്റ് 8 അല്ലെ, സെറ്റ് 10. ഇവരൊക്കെ എന്താക്കും? ഇതിൽ പെടും. അടിയല്ലേ? ഓക്കെ അല്ലേ? ഇവർ കൂടും. ഇവരെ കൂടാതെ ആര് വരും? സെറ്റ് 2,2 വരും അല്ലെ, 2,4 വരും. ഓക്കെ അല്ലേ? ആ സെറ്റ് 3,2 വരും. ഇതൊക്കെ പെടും. റെഡിയല്ലേ? എക്സെട്ര ഒരുപാടെണ്ണം വരും. പക്ഷേ അതിലാരും പെടുന്നുണ്ട്? ഈവനും എന്താകുന്നുണ്ട്? പെടുന്നുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് ഈവനാകുന്ന കേസ് ഇതും അതിൽ പെടുന്നുണ്ട്. അത് പെടാൻ വേണ്ടി പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് n of b is what greater than or is equal to എന്ന് പ്രത്യേകം നമ്മളോട് നോക്കിയിട്ടുണ്ട്, എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കത് വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് ആൻസർ ഈസ് വാട്ട്? ഈ പറഞ്ഞ 2^11 മൈനസ് 2^6 മൈനസ് 5. 2^11 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2048 അല്ലേ. 2^6 എന്ന് പറഞ്ഞാൽ 64 മൈനസ് 5 അല്ലേ. അപ്പോൾ 1979 എന്ന് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സോ കഴിഞ്ഞിരിക്കുന്നു. ബൈ.